നാം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ജൂൺ 15-ാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ചയാണ് കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര തുടങ്ങുന്നത്. പലരും അത് വിചാരിക്കുന്നത് കേരളത്തിന് വലിയ നഷ്ടമാകും, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഭയങ്കര ബാധ്യതയാകും, KSRTC ഇനി മുന്നോട്ട് പോകാൻ പോലും സാധിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് വരുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ KSRTCക്ക് വരേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക. കാരണം കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും കൂടിപ്പോയ ഒരു 15, 20 അല്ലെങ്കിൽ 10 വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. മിക്കവരും അവർ KSRTCയിൽ തന്നെയാണ് യാത്ര ചെയ്യാറ്. അവരെ സംബന്ധിച്ചിടത്തോളം മാസം ഏകദേശം 2500 മുതൽ 3000 രൂപ വരെ യാത്രയ്ക്ക് വേണ്ടി മാത്രം അവർ ചെലവഴിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി വഴി അവർക്ക് ശമ്പളം കൂടുന്നതിന് തുല്യമായ ഒരു അനുഭവമാണ് അവർക്ക് നേടാൻ സാധിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ 3000 രൂപ അവർക്ക് സേവിങ്സ് ആണ്. അവർ ഈ 3000 രൂപ സ്വാഭാവികമായിട്ട് എന്താണ് വിപണിയിൽ ഇറക്കുകയാണ്. അവരുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ, വസ്ത്രങ്ങൾ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ മാർക്കറ്റ് ഒന്നും കൂടെ എന്താണ് ഉഷാറാവുകയാണ്. കാരണം കഴിഞ്ഞ ഒരു 10 കൊല്ലം എടുത്താൽ പല വിഷയങ്ങളും, പ്രളയമായിക്കോട്ടെ, കോവിഡ് ആയിക്കോട്ടെ, അങ്ങനെ പല വിഷയത്തിൽ മാർക്കറ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാർക്കറ്റ് വലിയൊരു ഉന്മേഷം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ഉണർവ് കൊണ്ടുവരാൻ ഈ ഒരു പദ്ധതി വഴി സാധിക്കും. അത് കൂടാതെ ഇവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായ ചിട്ടികൾ, അങ്ങനെ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ഓരോ പദ്ധതികൾ, സാമ്പത്തിക പദ്ധതികൾ, ഇതിലൊക്കെ അവരെന്ത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താറുണ്ട്, വലിയ രീതിയിൽ അവർ നിക്ഷേപം നടത്താറുണ്ട്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് KSF. അതിലോട്ടൊക്കെ കൂടുതൽ ചിട്ടി പരിപാടികളിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഗവൺമെന്റിന് വലിയ രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സ്ത്രീകൾക്ക് സാമ്പത്തികമായി മുന്നേറാനും വലിയ രീതിയിൽ ഉപകാരപ്പെടും. അതുകൂടാതെ സമൂഹത്തിൽ പുരുഷന്മാർ കൂടാതെ ഇത്തരം പദ്ധതി വരുമ്പോൾ സമൂഹത്തിൽ താഴേക്കടയിലുള്ള സ്ത്രീകൾ പോലും എന്താണ് മുന്നോട്ട് വരാൻ ശ്രമിക്കും. കൂടുതൽ പേര് തൊഴിൽ മേഖല ഇറങ്ങാൻ ശ്രമിക്കും. അത് നമ്മുടെ കേരളത്തിലെ തൊഴിൽ വിപണിയിൽ വലിയ രീതിയിലുള്ള ശാക്തീകരണം ഉണ്ടാവും, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. സ്ത്രീ ശാക്തീകരണത്തിന് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താനും ഈ പദ്ധതി കൊണ്ട് സാധിക്കും. പിന്നെ ഒരു എടുത്തു പറയേണ്ട വിഷയം എന്ന് വെച്ചാൽ സ്പിരിച്വൽ ടൂറിസത്തിന് വലിയ രീതിയിലുള്ളൊരു സാധ്യത ഇതുവഴി ഉണ്ടാവും. കാരണം പുരുഷന്മാരുമായി സ്ത്രീകൾ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളാണ് കുറച്ചും കൂടി എന്താണ് ആത്മീയമായ പല ഇതിലും മുന്നിട്ട് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ ഹിന്ദുസിൻ്റെ ആയിക്കോട്ടെ, മുസ്ലിംസിൻ്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യൻസിൻ്റെ ആയിക്കോട്ടെ, ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ എത്താൻ ചാൻസ് ഉണ്ട്. കാരണം അത് വലിയ രീതിയിൽ സ്പിരിച്വൽ ടൂറിസത്തിന് വലിയ രീതിയിൽ ബൂസ്റ്റപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നീടുള്ള വിഷയം എന്ന് വെച്ചാൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശകരെ കൊണ്ട് നിറയും. സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന തിരക്ക് വർക്കിംഗ് ഡേയ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബ മക്കൾക്കും അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനും വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം അവർ പൊതുവെ ഫ്രീ ആണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കേരളം എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും ഐക്യത്തോടു കൂടി കഴിയുന്നൊരു സ്ഥലമാണ്. കുടുംബശ്രീ പോലുള്ള വലിയ സംഘടനകൾ ഏകദേശം 45 ലക്ഷത്തോളം മെമ്പർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിൽ എന്താണ് സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉള്ള പല സംഘടനകളുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് പല കൂട്ടായ്മകളുണ്ടാകും. ആ കൂട്ടായ്മകളുമായി ചേർന്ന് സ്വാഭാവികമായിട്ട് 2 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്രീ ടൈമാണ്, വർക്കിംഗ് ഡേയ്സിലാകുമ്പോൾ അവർക്കൊന്നും സൗകര്യമാണ്. അവർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോട്ടോ അല്ലെങ്കിൽ മറ്റു കുടുംബ ബന്ധങ്ങൾ പുലർത്താനോ ഇങ്ങനെയൊക്കെ യാത്രകൾ ശരിക്ക് ചെയ്യും. അതുവഴി വിനോദസഞ്ചാര മേഖല വലിയ രീതിയിൽ ബൂസ്റ്റപ്പ് ആകും. നമ്മുടെ സാഹോദര്യം ഒന്നും കൂടി എന്താണ് ഉഷാറാകും. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് അവിടെയും കാത്തിരിക്കുന്നത്. എല്ലാവരും എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ഇത് KSRTCക്ക് ഒരു 6 മാസം പോലും സൗജന്യ യാത്ര കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം ഇത്തരം ഒരു പദ്ധതി വരുമ്പോൾ വലിയ രീതിയിലുള്ള പുതിയ യാത്രക്കാരെയാണ് KSRTCക്ക് ലഭിക്കുക. അതുവഴി KSRTCനെ പലതരം ബിസിനസ്സുകൾ അവിടെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പ്രൊജക്റ്റ് വരുന്ന വഴി തന്നെ എന്താ KSRTC സ്റ്റാൻഡുകൾ വലിയ രീതിയിൽ നോർമൽ ഉള്ളതിനേക്കാൾ കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഗവൺമെന്റിന്റെ KSRTCയുടെ കീഴിൽ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിന്റെ പല തന്ത്രപ്രധാന മേഖലകളിലും ഉണ്ട്. പല കടകളും അവർ കാലിയാക്കിയിട്ടിരിക്കുകയാണ്, വാടക കൊടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അതൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത് കടയൊക്കെ പക്ക രീതിയിൽ റെന്റ് കൊടുത്ത് നല്ല MNC മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ടൈപ്പ് ചെയ്തു വലിയ വലിയ ഹോട്ടൽ ശൃംഖലകൾ സ്ഥാപിച്ചു, സൂപ്പർ മാർക്കറ്റുകൾ സ്ഥാപിച്ചാൽ വലിയ രീതിയിലുള്ള ബിസിനസ്സുകളും അതുവഴി റെന്റ് വഴി വലിയൊരു വരുമാനവും KSRTCക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ കൊച്ചി മെട്രോ ചെയ്ത പോലെ ഓരോ മെട്രോ സ്റ്റേഷനും ഓരോ ബ്രാൻഡുകളാക്കി അവരെന്ത് പരസ്യം ചെയ്യുക. അതേപോലെ ഓരോ KSRTC സ്റ്റാൻഡുകളും അതുപോലെ കൊണ്ടുവരിക. രണ്ടാമത് എടുത്തു വരേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ KSRTC ഓൾറെഡി ഓർഡിനറി ബസ്സിൽ വലിയ രീതിയിലുള്ള തിരക്കുകൾ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ആൾക്കാർ സമാധാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി മറ്റു ബസ്സുകളെ ആശ്രയിക്കും. അപ്പോൾ KSRTC അവിടെ പുതിയ തരം വണ്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം KSRTCക്ക് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള വരുമാനം എക്സ്ട്രാ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ബിസിനസ് ക്ലാസ് ഉണ്ട്, മറ്റേ എയറോപ്ലെയിൻ സമാനമായ രീതിയിലുള്ള സൗകര്യത്തോടു കൂടി അവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പലതരം വേരിയന്റുകളിൽ പലതരത്തിലുള്ള രീതിയിൽ അവർ കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ പൊതുവെ ഇത്തിഹാദ്, ഖത്തർ എയർവേസ് ഒക്കെ ചെയ്യുന്ന പോലെ പല തന്ത്രങ്ങളിലൂടെ മറ്റു രീതിയിൽ അവർക്ക് വരുമാനം നേടാൻ സാധിക്കും. അതുകൂടാതെ KSRTCക്ക് വലിയ രീതിയിൽ
വലിയ വലിയ ബിൽഡിംഗ് ഇപ്പോൾ തമ്പാനൂർ ആയിക്കോട്ടെ, അതുപോലെ അങ്കമാലി, തിരുവല്ല, കോഴിക്കോട് ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ അത് മിക്കതും കാലിയാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വ്യവസായങ്ങളൊന്നും കേരളത്തിൽ നടത്താൻ പറ്റത്തില്ല. കാരണം കേരളം ഒരു ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ്. അപ്പോൾ IT-ക്കാണ് കേരളം കുറച്ചും കൂടി, ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ IT-യാണ് മറ്റേതിനെ അപേക്ഷിച്ച് മറ്റു വലിയ വ്യവസായങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇവിടെയൊക്കെ കേരളത്തിൽ IT വകുപ്പുമായി ചർച്ച ചെയ്ത് ഒരു എന്താ പറയുക IT അറ്റ്മോസ്ഫിയർ അവരുണ്ടാക്കി കൊടുത്താൽ വലിയ രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ കൊച്ചി മെട്രോ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആൻഡ് മെട്രോ സ്റ്റേഷൻ ഫുള്ള് ഇൻഫോ പാർക്കിന് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ ഇൻഫോ പാർക്കോ ടെക്നോ പാർക്കോ അല്ലെങ്കിൽ മറ്റു IT സ്ഥാപനങ്ങളുമായി ഒരു എന്താ പറയുക, ഒരു ടൈപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ചെയ്താൽ നമ്മുടെ നാട്ടിൽ IT മേഖലയും വലിയ വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും, വലിയ തൊഴിലവസരം ഉണ്ടാക്കാൻ സാധിക്കും, വലിയ രീതിയിൽ വിദേശ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മുടെ എക്കോണമിക്ക് കൂടുതൽ ബൂസ്റ്റ് ഉണ്ടാകാൻ സാധിക്കും. അതുവഴി KSRTCക്ക് വലിയ വരുമാനം ലഭിക്കാനും സാധിക്കും. അത് മാത്രമല്ല, അങ്ങനത്തെ പ്രൊഫഷണൽസിന് വേണ്ടി KSRTC സ്പെഷ്യൽ ബസ്സുകൾ ഇറക്കിയാലും ഇച്ചിരി എക്സ്ട്രാ പേയ്മെൻറ്റ് കൂടിയാലും ഇച്ചിരി കാശ് വാങ്ങിച്ചാലും കുഴപ്പമില്ല, അവരും തയ്യാറായിരിക്കും. അങ്ങനെ പല മേഖലകൾ വഴി KSRTCക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ തികച്ചും ഇത്തരം പദ്ധതികൾ സമൂഹത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. KSRTC ഒരിക്കലും നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. അതുകൂടാതെ ഇന്ത്യയിൽ ഇന്ന് ഏകദേശം ഒരു 10-ന് മുകളിൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞു. അടുത്തൊരു 10 കൊല്ലം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടും അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കേരള, തമിഴ്നാട്, കർണാടക, അതുപോലെ തന്നെ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത് നിലവിലുണ്ട്, നിലവിൽ നടപ്പാക്കുന്നുണ്ട്. വലിയ രീതിയിൽ ശരിയാണ്. സാമ്പത്തികമായി ഗവൺമെന്റിന് പല നഷ്ടങ്ങളുണ്ടെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിന് നമുക്കറിയാലോ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇന്നും സ്ത്രീകൾ വലിയ രീതിയിൽ മുന്നേറാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഗ്രാമീണ ജീവിതമൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ താഴ്ന്ന, കേരളത്തെ പോലെ അല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ. നമ്മുടെ രാജ്യം വളരണമെങ്കിൽ സ്ത്രീകളും അവരെയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്തിന് വളരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരം പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയും മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കും. ഗവൺമെന്റിന് സാമ്പത്തികമായ വലിയ ബാധ്യതയാണെങ്കിൽ പോലും ഇതിന്റെ റിസൾട്ട് ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ വലിയ മാറ്റം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സ്ത്രീ മുന്നേറ്റത്തിന് വലിയ രീതിയിൽ ഇത് ഉപകാരപ്പെടും. അത് നമ്മുടെ രാജ്യത്തെ വളർച്ചയും ഉപകാരപ്പെടും. അതുകൊണ്ട് ഇത്തരം പദ്ധതികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം പദ്ധതികളുമായി നമ്മുടെ ഗവൺമെന്റ്